ഫുട്ബോൾ പരിശീലനത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പറവൂർ പുത്തൻവേലിക്കര സ്വദേശി ലിൻഡോ. ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫുട്ബോൾ പ്ലസ് പ്രോ സോക്കർ അക്കാദമി നടത്തിയ സെലക്ഷൻ ക്യാമ്പിലൂടെയാണ് ഇത്തരമൊരു സുവർണാവസരം ലിജോയെ തേടിയെത്തിയത്. എന്നാൽ സ്പെയിനിലേക്ക് പോകാൻ സാമ്പത്തികമായ തടസ്സമുള്ളതിനാൽ സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ വിദ്യാർത്ഥി. മാലിയങ്കര SNM കോളേജിലെ BCom 3-ാം വർഷ വിദ്യാർത്ഥിയാണ് ലിൻഡോ. വിവിധ സംസ്ഥാനങ്ങളിലെ കായിക താരങ്ങളെ ഉൾപ്പെടുത്തി ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫുട്ബോൾ പ്ലസ് പ്രോ സോക്കർ അക്കാദമി നടത്തിയ സെലക്ഷൻ ക്യാമ്പിലാണ് സ്പെയിനിൽ നടക്കുന്ന പരിശീലനത്തിൽ ലിൻഡോ തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ സ്പെയിനിലേക്ക് പോകാൻ സാമ്പത്തികമായി വലിയൊരു തുക ആവശ്യമുള്ളതിനാൽ തനിക്ക് ലഭിച്ച അവസരം നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലിൻഡോ. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡായിട്ടാണ് കണ്ടത്. ആദ്യമായിട്ട് ജിതിൻ എന്ന് പറഞ്ഞ ഒരു പാലക്കാട് ഉള്ള ഒരു വ്യക്തി, ഒരു ഫുട്ബോൾ പ്ലെയർ ഇങ്ങനെ സ്പെയിനിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ ഞാൻ അത് അന്വേഷിച്ച് ജിതിനോടൊക്കെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഇവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇങ്ങനെ ട്രയൽസ് നടക്കുന്നുണ്ട് ഫുട്ബോളിന്റെ, അപ്പൊ അതിന് അറ്റൻഡ് ചെയ്തിട്ട് നിനക്ക് സെലക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് സ്പെയിനിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നവംബർ 20ാം തീയതി അരീന എന്ന് പറഞ്ഞ വൈപ്പിള്ളിയിലുള്ള കൊച്ചി വൈപ്പിള്ളിയിലുള്ള അരീന സ്റ്റേഡിയത്തിൽ പോയിട്ട് ക്യാമ്പിന് അറ്റൻഡ് ചെയ്യുകയുണ്ടായി. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് നല്ല പെർഫോമൻസ്, ഗോളൊക്കെ അടിച്ച് നല്ല പെർഫോമൻസ് ചെയ്തുകൊണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പൊ എനിക്ക് 50% സ്കോളർഷിപ്പ് അവർ നൽകുകയും ചെയ്തു. എനിക്ക് ആകെ 2,70,000 രൂപ, 5,50,000 രൂപയാണ് ടോട്ടൽ എമൗണ്ട്. അതിനകത്തുനിന്ന് അവര് 50% സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് വെറും 2,70,000 രൂപ മാത്രം അടച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ എന്റെ വീട്ടിലെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയല്ല. അച്ഛനാണെങ്കിൽ ഒരു കൽപ്പണിക്കാരനാണ്, അമ്മയാണെങ്കിൽ തൊഴിലുറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമാകുന്നുള്ള ഭയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ കുറച്ചു പേരൊക്കെ എന്നോട് സ്പോൺസർ ചെയ്യാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും ആരും ഒന്നും നടപടികളൊന്നും എടുത്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കണത്. ഇപ്പൊ അവസാന ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും? അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാക്കുന്നത് ഈ മാസം ലാസ്റ്റ് ആണ്. അപ്പൊ ഈ ലാസ്റ്റ് ആണ് അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാക്കുന്നത്. പിന്നെ 2,70,000 രൂപ അവിടെ ഫുഡ്, അക്കോമഡേഷൻ എല്ലാത്തിനും കൂടിയാണ്. പിന്നെ ഈ വിസയ്ക്കും ടിക്കറ്റിനും പിന്നെ ഇൻഷുറൻസിന് എക്സ്ട്രാ പൈസ കൊടുക്കണമെന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. കൽപ്പണിക്കാരനായ ലിൻഡോയുടെ പിതാവ് പോളച്ചൻ നടുവേദന പിടിപെട്ടതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അമ്മ തൊഴിലുറപ്പ് തൊഴിലാളിയും. ഇലക്ട്രീഷ്യനായ സഹോദരൻ ലിജോയാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും സഹായിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ക്യാമ്പിലേക്ക് തീർച്ചയായിട്ടും ലിൻഡോയെ പറഞ്ഞുവിടണം. അത് ഈ നാടിനും നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനുമൊക്കെ അഭിമാനമായി മാറുന്ന രീതിയിലേക്ക് ഒരു കളിക്കാരനായി മാറുവാൻ ലിൻഡോനെ തീർച്ചയായിട്ടും കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ ഈ ഫുട്ബോൾ ക്ലബ്ബുകളും ഈ ലിൻഡോന്റെ സുഹൃത്തുക്കളും ഈ നാട്ടുകാരും ഒന്നിച്ച് ലിൻഡോയെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിസയും താമസ സൗകര്യവും യാത്രാ ചെലവും അടക്കം 5,50,000 രൂപയാണ് വേണ്ടത്. 2,75,000 സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ബാക്കി 2,75,000 രൂപയാണ് കണ്ടെത്തേണ്ടതെന്നും ഈ മാസം അവസാനത്തിനകം പണം അടക്കണമെന്നും ലിൻഡോയുടെ മുൻ അധ്യാപകനായ ജോയ് പറഞ്ഞു. കാലത്ത് തന്നെ ലിൻഡോ ഫുട്ബോളിനോട് വളരെയധികം ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരു കുട്ടിയായിരുന്നു. അവിടുത്തെ കായികാധ്യാപകൻ അത് തിരിച്ചറിഞ്ഞ് അവനെ നല്ല രീതിയിൽ ആ രംഗത്തേക്ക് തിരിച്ചുവിടാനായിട്ട് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അതെന്നോട് വ്യക്തിപരമായിട്ട് പലപ്പോഴും ആ കായികാധ്യാപകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന സുവർണാവസരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാമ്പത്തിക അവസ്ഥ വീട്ടിൽ ഇത്രയും മോശമാണെങ്കിൽ കൂടിയും കളിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കളി എവിടെയുണ്ടെങ്കിലും അത് കാണാനും അത് ആസ്വദിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും ഉള്ള ലിൻഡോയുടെ ആ പ്രത്യേക വാസന അത് തിരിച്ചറിയാനായിട്ട് നാട്ടുകാർക്ക് സാധിച്ചിട്ടുണ്ട്, അധ്യാപകർക്ക് സാധിച്ചിട്ടുണ്ട്, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. 2024 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലായി സ്പെയിനിലെ വലൻസിയയിലെ ES മിസ്ലാറ്റ US ക്ലബിലാണ് പരിശീലനമെന്ന് ലിൻഡോയുടെ കൂട്ടുകാരൻ അമർനാഥ് മെട്രോ 7 ന്യൂസിനോട്. മോസ്റ്റ് സ്കിൽഡ് പ്ലെയർ ആണ്. അപ്പോ സാമ്പത്തികമായിട്ട് കുടുംബപരമായിട്ടും പിന്നോക്കം നിൽക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സഹായിച്ച് ഇവനെ സ്പെയിനിലോട്ട് എത്തിക്കണമെന്ന്. സ്പെയിനിലേക്ക് പരിശീലനത്തിനായി പോകാൻ ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥി. ന്യൂസ് ബ്യൂറോ, പറവൂർ. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്, ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടയൻ, പനമ്പള്ളി നഗർ.